നമസ്കാരം. 20-30 വയസ്സിനിടയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് അവരുടെ സമ്പാദ്യശീലം കൈകാര്യം ചെയ്യേണ്ടത്, എന്താണ് സേവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 20-30 വയസ്സിനിടയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മളെ പഠനം കഴിഞ്ഞു, ഉടനെ തന്നെ ഒരു ജോലിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ മാറിയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിലൊരു വരുമാനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സമയത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് 20-30 ഇടയിലുള്ള ആൾക്കാർ. ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വളരെ ചെറിയ ചിലവിൽ ജീവിച്ചു കൊണ്ടുവന്നിരുന്ന അവരായിരിക്കും. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുമാനം കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ, നമ്മുടെ ബൈക്ക്, കാറ് അല്ലെങ്കിൽ ചെറുപ്പക്കാരുടേതായ കുറേ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം കൺട്രോൾ ചെയ്തുകൊണ്ട്, ലിമിറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുവോ അതുപോലെ ഉണ്ടാവും നിങ്ങളുടെ ഈ ഒരു 30 വയസ്സിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജോലി തുടങ്ങുന്ന ഇപ്പോൾ 20 വയസ്സിനും 30 വയസ്സിനുള്ള ആൾക്കാരൊക്കെ ജോലി പെട്ടെന്നൊരു പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോലിയിൽ നമുക്കൊരു അസ്ഥിരത എപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അതായത് പ്രൈവറ്റ് കമ്പനികളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ജോലിയിൽ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാനം നമുക്ക് പെട്ടെന്ന് ബ്ലോക്കായി പോയാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ വലിയ രീതിയിൽ മാറ്റുകയാണെങ്കിലൊക്കെ നമുക്ക് പിന്നെ ആ പഴയ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമ്മളൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ നിലവിലുള്ള വരുമാനം എന്താണോ ആ വരുമാനത്തിൻ്റെ ഒരു 6 ഇരട്ടിയോളം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു 6 ഇരട്ടിയോളം നിങ്ങൾ ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അത് ആദ്യത്തെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് കാലം കൊണ്ട് നിങ്ങളത് 1-2 വർഷം എടുത്തുകൊണ്ട് നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഒരു കാര്യമാണ് നമ്മൾ പുതിയ ലോൺ എടുക്കാതിരിക്കുക എന്നുള്ള കാര്യം. അതായത് പുതിയ ലോൺ എടുത്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് പോകുന്നതിന് പകരം ചെറിയ പ്രായമാണ്, നിങ്ങൾക്ക് ഈ സമയത്ത് സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് ഒരു ബൈക്കാണ് നമ്മുടെ ആഗ്രഹം എന്ന് കൂട്ടുക. നിങ്ങൾ നിലവിലുള്ള വരുമാനത്തിൽ നിന്ന് ഇപ്പോൾ ജോലി കിട്ടിയ സമയമാണെങ്കിൽ നിങ്ങൾക്കൊരു SIP പോലെയുള്ളതിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്കിൽ തന്നെയോ ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു 1-1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ ബൈക്ക് ലോൺ ഇല്ലാതെ വാങ്ങാൻ പറ്റുന്നൊരവസ്ഥ. അല്ലെങ്കിൽ കാറാണെങ്കിൽ തന്നെ നമുക്ക് അതുപോലെ കുറച്ച് കാലം, ഒരു 4-5 വർഷം നമ്മൾ ഒന്ന് ആഗ്രഹം കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ലോൺ ഇല്ലാതെ വാങ്ങാൻ പറ്റുന്നത് അത് ശരിക്കും ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. സോ നിങ്ങൾക്കൊരു പ്രിവിലേജ്, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ ഒരു വല്ലാത്തൊരു അഭിമാനം ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു സമയം നമ്മളെ ഉപകരിക്കുന്നുണ്ടാവും. ഇനി അടുത്തൊരു പ്രശ്നം വരുന്നത് എവിടെയാ വെച്ചാൽ, ചിലപ്പോൾ വിദ്യാഭ്യാസ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്കതിൻ്റെ EMI കാര്യങ്ങളൊക്കെ നിങ്ങൾ അടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നിലേക്കും പോവാതെ EMI അടക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ തുടക്കത്തിലുള്ള ശ്രദ്ധ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിലവിലൊരു ലോൺ ഉണ്ട്, ആ ലോൺ ജോലി കിട്ടിയാൽ നിങ്ങൾ തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു ലോൺ അടക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് നിർബന്ധിതമായും ലോണുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുക. ലോൺ ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി വളരെ ശ്രദ്ധിക്കുക, ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ടേം ഇൻഷുറൻസും കൂടി അതിന് എഗൻസ്റ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ 20-30 വയസ്സിനിടയിലുള്ള ആൾക്കാർ ടേം ഇൻഷുറൻസിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ ആലോചിക്കണമെന്നില്ല. ഇനി അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പായിട്ടും, ചെറിയ പ്രായമാണ് എന്നൊരു ധാരണ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പോവാതിരിക്കരുത്. നിങ്ങൾക്ക് ചെറിയ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുമെന്നുള്ളതിനപ്പുറത്തേക്ക് പല പോളിസികളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും വെയിറ്റിംഗ് പീരീഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഭാവിയിലേക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നേരത്തെ എടുക്കുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എല്ലാ പ്രായക്കാർക്കും ബാധകമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കുക. പിന്നെ അടുത്തൊരു കാര്യം, ഈ 3-4 വർഷം കഴിയുമ്പോൾ വരുന്നൊരു അടുത്തൊരു പ്രശ്നമാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ ആണ് വിവാഹം എന്നൊക്കെ പറയുന്നത്. കല്യാണത്തിനെ പറ്റിയൊക്കെ ആൾക്കാർ ആലോചിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, സ്വന്തമായിട്ട് തന്നെ നമ്മൾ അവനവൻ്റെ കല്യാണം കഴിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ അതിനുവേണ്ടി എല്ലാ മാസവും നമ്മളൊന്ന് മാറ്റാൻ നോക്കുക, ഒരു നിശ്ചിത പൈസ മാറ്റി വെച്ച്. കാരണം ഇന്നത്തെ കാലത്ത് കല്യാണത്തിനൊക്കെ അത്യാവശ്യം നല്ല ചിലവുകൾ ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ
സമയത്തൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ സേവിങ്സ് തുടങ്ങുക. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു SIP ആയിട്ട് വേണമെങ്കിൽ ഒരു 3, 4, 5, 6 വർഷത്തെ പ്ലാനിങ് വേണ്ടി വരും അതിന്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല റിട്ടേൺസും എടുക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോഴാണോ നമ്മുടെ കല്യാണം ഫിക്സ് ആവണത് ആ സമയത്തേക്ക് നമുക്കത് പിൻവലിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ പ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. എത്രാമത്തെ വയസ്സിൽ, ഇപ്പോൾ ഒരു 20ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ 22ാമത്തെ വയസ്സാകുമ്പോൾ നമുക്കൊരു ബൈക്ക് എടുക്കണം. ഒരു 25 വയസ്സാകുമ്പോൾ അതൊരു കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഒരു 30-31 വയസ്സാകുമ്പോൾ നമുക്കൊരു വീട് എടുക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളൊരു പ്രായ പരിധി വെച്ചുകൊണ്ട്, കാരണം സ്വപ്നം കാണുമ്പോൾ അതിനൊരു ലിമിറ്റ് എപ്പോഴും വെക്കുക, അതിനൊരു സമയത്തിൻ്റെ ലിമിറ്റ് വെക്കുക, ആ ലിമിറ്റിനുള്ളിൽ എത്തിച്ചേരുക. കാരണം ഏതെങ്കിലും ഒരു പ്രായത്തിൽ എത്തിയതിനെ കൊണ്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് കൃത്യമായി ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്ന കാര്യം, ലോണുകൾ മാക്സിമം ഒഴിവാക്കുക. ലോണുകൾ എത്രത്തോളം നമ്മൾ കൂട്ടി വെക്കുന്നുവോ അത്രത്തോളം നമുക്കതൊരു ബേർഡനായി തന്നെ ഇരിക്കും. നമുക്ക് മനസമാധാനം കൂടി പോകുന്നൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, അതൊരു മെൻറ്റാലിറ്റി ക്രിയേഷനാണ്. അതായത് നിങ്ങൾ ലോൺ എടുത്ത് ശീലിച്ചൊരു വ്യക്തി 20ാമത്തെ വയസ്സിൽ ലോൺ എടുത്ത് ശീലിക്കാൻ തുടങ്ങിയാൽ നിങ്ങളത് 50ാമത്തെ വയസ്സിലും അത് തന്നെയാണ്. പെട്ടെന്ന് പൈസക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ ലോണിലേക്ക് പോകും. സോ കുറച്ച് കാലത്തിനപ്പുറം നിങ്ങളുടെ ചിലവുകൾ ഭീമമായി കൂടാൻ തുടങ്ങുന്ന സമയം, ഒരു കുട്ടിയായി കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങളുടെ ചിലവ് വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കടക്കണിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതിരിക്കുക. പരമാവധി അത്യാവശ്യം മാത്രം നമ്മുടെ എന്താ പറയുക വളരെ ചെറിയ ചിലവുകൾക്ക് മാത്രം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഉപയോഗിക്കുക. ഒരിക്കലും നമ്മൾ ലാവിഷായിട്ട് അതിലേക്ക് പോവാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചിന്തിക്കുക. അതായത് ഒരു 55 വയസ്സ് റിട്ടയർമെൻറ്റിനെ പറ്റി ഈ പ്രായത്തിൽ തന്നെ ചിന്തിക്കുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചെറിയൊരു പൈസ മാറ്റി വെച്ചാൽ പോലും ഭീമമായിട്ടുള്ള വരുമാനം നമുക്ക് ഒരു 55 വയസ്സൊക്കെ ആകുമ്പോൾ എത്തിക്കാൻ നമുക്ക് ഈ ഒരു പ്രായത്തിൽ തുടങ്ങുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കൊണ്ട് സാധിക്കും. സോ നിങ്ങൾ ലോങ് ടേം, വെരി ലോങ് ടേം, ഒരു 30 വർഷം അല്ലെങ്കിൽ ഒരു 25 വർഷം എന്നുള്ള കണക്കിലൊക്കെ നിങ്ങൾക്ക് SIPയിൽ നിങ്ങൾക്ക് അടിപൊളി നല്ല ഫണ്ടുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങളങ്ങനെ ലോങ് ടേം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റിസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് പോലെയുള്ള ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് വളരെ അനുയോജ്യമായതായിരിക്കും. കാരണം ഒരുപാട് കാലം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന റിസ്കുകളൊക്കെ ഒഴിവാക്കി നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. സോ ഇങ്ങനെ എല്ലാ തരത്തിലും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പ്രായം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് പഠിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് നമുക്ക് 20-നും 30-നും ഇടയിലുള്ള പ്രായത്തിന് നമുക്ക് കാണാൻ പറ്റും.